എൻ്റെ പേര് അനിഷ്മ കവൽ മഹൽ എന്നാണ്. ഞാനൊരു 10 കഴിഞ്ഞ് ഞാൻ ഈ ട്രെയിനിങ് ഫീൽഡിലോട്ട് ഇറങ്ങി അമ്മയുടെ കൂടെ. പിന്നെ +2 കഴിഞ്ഞ് ഞാൻ മുഴുവനായിട്ട് ഈ ട്രെയിനിങ് ഫീൽഡിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കാൻ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരാളെ ഉള്ളൂ, അതെൻ്റെ അമ്മയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാനൊരു 6ാം ക്ലാസ്സൊക്കെ ആയിരുന്നപ്പോൾ അമ്മ വീഡിയോ ചെയ്യും, യൂട്യൂബിലിടാനൊക്കെ വീഡിയോ ചെയ്യും. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്, അല്ലാഫിയ, ഇറ്റ്സ് മീ കല കമൽ മഹൽ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ പറഞ്ഞാൽ അമ്മ തുടങ്ങുന്നത്. അപ്പോൾ അമ്മ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു 50 ടേക്കിന് മുകളിലൊക്കെ പോയി. അപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ കേട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇത് കേട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, അമ്മയെ കളിയാക്കാനായിട്ട് അമ്മയെ അനുകരിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ അമ്മ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അമ്മ പറയുന്നത് പോലെ ഞാൻ പറയും, അല്ലാഫിയ, ഇറ്റ്സ് മീ കല കമൽ മഹൽ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇങ്ങനെ അമ്മയെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അനുകരിച്ച് ലാസ്റ്റ് ഒരു ദിവസം അമ്മ എന്നെ പിടിച്ച് നിർത്തി പറഞ്ഞു, ഇനി നീ പറ, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഒരിക്കൽ അമ്മ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കല എന്ന് പറയുന്ന പേര് മാറ്റി അവിടെ അനിഷ്മ എന്നാക്കി. ഹലോ, ഇറ്റ്സ് മീ അനിഷ്മ കമൽ മഹൽ എന്നാണ് ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞാണ് ഈ ഫീൽഡിൽ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നതും എനിക്കിങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കാനും പറയാനായിട്ട് പഠിച്ചത്. അപ്പം നമ്മൾ ഒരു കാര്യത്തെയും നമ്മളിപ്പോൾ കളിയാക്കുന്നു, തള്ളി പറയുന്നു കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്നത് മനുഷ്യ ജീവിതങ്ങൾക്കെതിരെ നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, മനുഷ്യനെതിരെ മാത്രമല്ല നമ്മൾ കളിയാക്കുകയും പറയുകയും ചെയ്യുന്നത്. ഈ ലോകത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ച് ഒന്നിനെതിരെയും നമ്മൾ കളിയാക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യരുതെന്ന്. അത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അത് നമ്മളുടെ ലൈഫിന് തിരിച്ചു വന്ന് അടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിനോടും നമ്മളൊരു പോസിറ്റീവായിട്ട് പറയാനും കാര്യങ്ങളെ ചെയ്യാനും ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.